അത്യുന്നത ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യ KG ദാനിയേൽ തിരുമേനി, ഡാർലി കൊച്ചമ്മ, ബെറ്റി കൊച്ചമ്മ, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന വന്യവൈദികരെ, ഡീക്കന്മാർ, സഭാപ്രവർത്തകർ, സഭാ ശുശ്രൂഷകർ, ഉപദേശിമാർ, മിഷണറിമാർ, വോളണ്ടിയേഴ്സ്, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ ബിജോയ് അച്ഛനാണ് എന്നെ ഈ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചത്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളോ അതിനാരാണ് പ്രേരകമായതെന്നോ ഒന്നും ഞാൻ അറിയുന്നില്ല. പ്രിയ ബിജോയ് അച്ഛനെ കേട്ടുകേഴ്വിയല്ലാതെ എനിക്ക് മുൻ പരിചയമൊന്നും ഉണ്ടായിരുന്നുമില്ല. എങ്കിലും ഇവിടേക്ക് ഞാൻ എത്തേണ്ടത് ദൈവത്തിൻ്റെ നടത്തിപ്പാണെന്നുള്ള ബോധ്യത്തോടെ, ആഴമേറിയ വിശ്വാസത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഒരു 5 ഗുളികകളും ആ 5-നപ്പുറത്ത് അനന്തകോടി ദൈവകൃപയും ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടുമോ ആ ശാരീരിക പരിമിതികളോടെ, ദൈവാശ്രയത്തോടെ, ഉറപ്പോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ശബ്ദത്തിന് പരിമിതികളുണ്ട്. ശാരീരികവും മാനസികവുമായ വല്ലാത്തൊരു പോരാട്ടത്തിലൂടെ കടന്നുപോയ കുറേ നാളുകളാണ് ഈ കൺവെൻഷന് ഞാൻ ഏറ്റതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായത്. കഴിഞ്ഞ 21 വർഷക്കാലം പ്രിയ അച്ഛനോട് ചേർന്ന് പൂർണ്ണസമയ സുവിശേഷ വേലയിൽ നിലകൊള്ളുവാൻ എന്നെ പ്രാപ്തയാക്കിയത്, മധ്യകേരള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുവാൻ, സ്വാതന്ത്ര്യത്തോടെ സംവാദങ്ങളിൽ ഏർപ്പെടുവാൻ, അതിലേറെ താല്പര്യത്തോടുകൂടെ വേദവചനങ്ങൾ പഠിക്കുവാൻ അതിലേക്ക് ആകൃഷ്ടരാക്കിയ മഹായിടവകയുടെ നേതൃത്വത്തോട്, അതുപോലെ ചെറിയ പ്രായം മുതൽ ദൈവവഴിയിൽ അഭ്യസിപ്പിച്ച മൺമറഞ്ഞു പോയ എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്കുള്ള കടപ്പാട് വളരെയേറെ നിസ്സീമമാണ്. വളരെ ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിലൂടെ ഈ ഒരു 3-4 ആഴ്ച ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ ഇളയ മകൾ ഇന്നലെ എൻ്റെ കണ്ണാടിയുടെ കവറിനുള്ളിൽ, അവൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ വാക്യം എഴുതി വെച്ച്. ഞാനത് കണ്ടിരുന്നില്ല. ഞാനത് ഈ പ്രസംഗം തയ്യാറാക്കുവാനിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കണ്ണാടിക്കൂട് തുറക്കുമ്പോൾ അതിനകത്ത് അവൾ എഴുതി വെച്ചിട്ട് സ്കൂളിൽ പോയി. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവളായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എനിക്കത് തന്ന ധൈര്യം ചെറുതല്ല. എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെയും തളരാതെ നിർത്തിയത് ഈ ദൈവം എന്നുമെന്നേക്കും നിന്റെ ദൈവമാകുന്നു, അവൻ നിന്നെ ജീവപര്യന്തം വഴി നടത്തുമെന്ന്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിത്യവും എന്നോട് അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ മന്ദമായ ശബ്ദം കേൾക്കുവാൻ എനിക്ക് യോഗ്യത തന്നു എന്നുള്ളത് മാത്രമാണ് സഹോദരങ്ങളെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാനുള്ള എൻ്റെ യോഗ്യത. പ്രിയ ബിജോയ് അച്ഛനോട് വളരെ സ്നേഹത്തോടെ, ആദരവോടെ സ്വീകരിച്ച ഡാർലി കൊച്ചമ്മയോട്, കൂടെ ഉണ്ടായിരുന്ന മിഷണറി സഹോദരങ്ങളോട്, സ്ത്രീജന സഖ്യത്തിൻ്റെ ഭാരവാഹികളോട്, എല്ലാവരോടും ആഴമായ സ്നേഹവും കടപ്പാടുമുണ്ട്. അഭിവന്യ KG ദാനിയേൽ തിരുമേനി ഞങ്ങളുടെ മഹായിടവകയുടെ മുൻ കമ്മിസറി ആയിരുന്ന വ്യക്തിയാണ്. അതുപോലെ ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ തിരുമേനി കടന്നു പോകുമ്പോൾ ഞങ്ങളെ കാണുവാൻ, സ്വാതന്ത്ര്യത്തോടെ കയറി വരുവാൻ തിരുമേനിയും കൊച്ചമ്മയും മനസ്സ് കാണിച്ചിട്ടുണ്ട്. ധന്യമായ ഓർമ്മകളാണ് ഈസ്റ്റ് കേരള മഹായിടവക കൺവെൻഷന് മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. ഞങ്ങളാക്കി വളർത്തിയത് 10 ദേവാലയങ്ങൾ പിന്നിടുമ്പോൾ 10 ദേവാലയങ്ങളിലും ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്ന ഈസ്റ്റ് കേരള മഹായിടവകയുടെ മക്കളുണ്ടായിരുന്നു. എൻ്റെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളെക്കാൾ അവരോടെങ്ങനെ ഞാൻ നിൽക്കുന്നുവോ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ, കണ്ണുനീരോടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഈസ്റ്റ് കേരള മഹായിടവകയുടെ എല്ലാ മക്കളും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
അങ്ങേ സേവിക്കുവാൻ എന്നിൽ യോഗ്യതയില്ല. കൃപ ഒന്നു മാത്രം യേശുവേ, കൃപയാൽ 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 എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയും പറയാനില്ല, കൃപ ഒന്നു മാത്രം. ഈ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നമ്മുടെ ചിന്താവിഷയമായി, ഈ വർഷത്തെ കൺവെൻഷന്റെ ചിന്താവിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആത്മീയ ആരാധന, ദൈവപ്രസാദം എന്നുള്ള വിഷയമാണ്. അതിനാധാരമായി തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ കൺവെൻഷന്റെ 4-ാം ദിനം പ്രഭാത യോഗത്തിലേക്ക് അവിടുന്ന് അടിയങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ വചനവുമായി അടിയങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്നു. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വണ്ണം തുളച്ചു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള അവിടുത്തെ വചനം, തള്ളേണ്ടതിനെ തള്ളുവാനും വചനം ഞങ്ങൾക്ക് ബലമായിരിക്കണമേ. വചനം അവിടുത്തേതാണ്, അടിയങ്ങളും അവിടുത്തേതാണ്. ഏഴയും ബലഹീനയും പാപിയുമായ അടിയനെ അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തണം. നിന്റെ മക്കളെ അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിലിരുത്തണം. ദൈവനാമം മാത്രം മഹത്വമെടുക്കണം. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഒരു ഗ്രാമത്തില് ജീവജാലങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കർഷകനുണ്ടായിരുന്നു. കുറേ അധികം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉൾപ്പെടുന്ന നല്ലൊരു ഫാം ഹൗസിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. ഈ മനുഷ്യന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരോരോരുത്തരും ഓടി വന്ന് സ്നേഹപ്രകടനങ്ങൾ തുടങ്ങും. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനം വന്നെത്തി. അവരോരോരുത്തരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ തമ്മിൽ വലിയ ചർച്ച നടക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ നൽകി ദൈവത്തെ ഈ യജമാനനെ സന്തോഷിപ്പിക്കണം എന്ന ചിന്തയിലാണ് എല്ലാവരും. അപ്പോൾ പശു പറഞ്ഞു, ഞാൻ നാളെ യജമാനന് സമ്മാനമായിട്ടൊരു 2 ലിറ്റർ പാല് അധികമായിട്ട് നൽകും. അപ്പം അത് കേട്ട ആട് പറഞ്ഞു, ആടും പശുവിനേക്കാൾ ചെറുതെങ്കിലും മോശമാകാൻ പറ്റില്ലല്ലോ, ഞാൻ 1/2 ലിറ്റർ പാല് കൂടുതൽ കൊടുക്കും. ഇത് കേട്ട കോഴി പറഞ്ഞു, ഞാനൊരു 6 മുട്ട നാളെ യജമാനന് അധികമായിട്ട് നൽകും. ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പന്നിക്കുട്ടനുണ്ടായിരുന്നു. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. ബാക്കിയുള്ളവരൊക്കെ ഈ പന്നിക്കുട്ടനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഞങ്ങളുടെ സമ്മാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും നീ എന്താണൊന്നും മിണ്ടാത്തത്? നീ നന്നായി തടിച്ചു കൊഴുത്തിരിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ഒരു 2 റാത്തൽ ഇറച്ചി യജമാനന് സമ്മാനമായിട്ട് കൊടുക്കും. ഇത് കേട്ട ഈ പന്നി തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും മിണ്ടാതെ. പെട്ടെന്ന് എല്ലാവരും പരസ്പരം നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ പന്നി അവരോടായിട്ട് പറഞ്ഞു, ഫോർ യു ഇറ്റ് ഈസ് ജസ്റ്റ് എ കോൺട്രിബ്യൂഷൻ, ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഭാവന മാത്രമാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ജീവന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ഈ ജീവന്റെ കമ്മിറ്റ്മെന്റ് ആണ് ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തിയ രക്തം. എവരി ക്രിസ്ത്യൻ ഇത് ഈ കഥ വളരെ സരസമായിട്ട് എഴുതിയതെങ്കിലും ഈ കഥ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എവരി ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കമ്മിറ്റ്മെന്റ്. യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ ഏർപ്പാടാണത്. നാം മുമ്പ് വായിച്ച വാക്യം നമ്മുടെ ചിന്താവിഷയവുമായിട്ട് ബന്ധപ്പെട്ട
ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ആ 2 വാക്യങ്ങളിൽ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്ന 3-4 വാക്കുകളെ നമുക്കൊന്ന് നോക്കാം. ബുദ്ധിയുള്ള ആരാധന, ദൈവത്തിന് പ്രസാദമുള്ള യാഗം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇതൊക്കെ 41 വർഷമായിട്ടോ അതിലധികമായിട്ടോ നാം കേട്ട് തഴമ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. എങ്കിലും നമ്മുടെ കൺവെൻഷന്റെ പൊതു ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്കുകളെ കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആരാധന എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വെടിപ്പുള്ള കയ്യോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ചെയ്യേണ്ട ഒന്നാണ്. ഈ വിളിച്ചു പറയലാണ് പ്രശ്നം. നാം എല്ലാ ദിവസവും ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുന്നവരാണ്. ആരാധന എന്നത് വെടിപ്പുള്ള കയ്യോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ആധികാരികമായി ചെയ്യേണ്ട ഒന്നാണ് എന്ന് നാം പറയുമ്പോൾ, വെടിപ്പുള്ള കയ്യും നിർമ്മല മനസാക്ഷിയും നമ്മുടെ ആന്തരിക മനുഷ്യനെ സൂചിപ്പിക്കുമ്പോൾ പുറമെ നമുക്കാരെ കാണിക്കുവാനും ആരാധിക്കുവാനായിട്ടും അതിലപ്പുറമായി ആത്മീയരെന്ന് നടിക്കുവാനും സാധിക്കും. ശരിയായ ആരാധന സാധ്യമാവുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിലൂടെ ദൈവത്തോട് സഖിത്വവും ആഴമായ ഇഴയടുപ്പവും പുലർത്തുമ്പോഴാണ്. ശരിയായ ആരാധന സാധ്യമാകുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിലൂടെ ദൈവത്തോട് ആഴമായ ഇഴയടുപ്പവും സഖിത്വവും പുലർത്തുമ്പോഴാണ്. ഈ ആദ്യ ദേവാലയം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഏദനിലെ പറുദീസയിലാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരും, സൃഷ്ടിയുടെ മകുടമായി താൻ സൃഷ്ടിച്ചവരോടുകൂടെ ദൈവിക കമ്പനി ആസ്വദിക്കുവാനായിട്ട്, അവരോട് കൂടെ ഇരിക്കുവാനായിട്ട്. എന്നാൽ വെടിപ്പുള്ള കയ്യും നിർമ്മല മനസാക്ഷിയും പാമ്പിന് പണയം വെച്ചപ്പോൾ ഹവ്വയ്ക്കും ആദമിനും ദൈവത്തോടുണ്ടായിരുന്ന സഖിത്വം നഷ്ടപ്പെട്ട് പറുദീസയിലെ ആരാധന അവസാനിക്കുവാൻ കാരണമായെന്ന് സൃഷ്ടിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ആരാധന എന്നത് പലപ്പോഴും ഭീതിയുടെയും നിർബന്ധത്തിൻ്റെയും കൽപ്പനകളുടെയും നിയമത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെയായിട്ട് മാറി. ഹവ്വയിൽ തുടങ്ങിയ മറുതലിപ്പ് അടുത്ത തലമുറയിലും തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വഴിപാട് കഴിച്ച ഹാബേലും കയീനും, ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് ഏറ്റവും മെച്ചമായതിനെ ഹാബേൽ ദൈവത്തിനർപ്പിച്ചപ്പോൾ അതിൽ പ്രസാദിച്ച ദൈവത്തോട് വിരോധം തോന്നിയ കയീന്റെ ചോദ്യമാണ് നമ്മുടെ ഓരോ ആരാധനയ്ക്കും അടിസ്ഥാനമാവേണ്ടത്. തൻ്റെ സഹോദരന്റെ കാവൽക്കാരായി മാറുവാൻ നാം സന്നദ്ധരാകുമ്പോഴാണ് ആരാധന സുഗ്രാഹ്യമായ യാഗമായിട്ട് തീരുന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിന് കാവൽക്കാരായിട്ട് മാറുവാൻ, അവരുടെ ജീവിതത്തിന്റെ കലുഷിതങ്ങളെ ഏറ്റ് മറ്റുള്ളവരുടെ മുൻപിൽ സമർത്ഥിക്കുവാനായിട്ടല്ല, അവരുടെ ജീവിതത്തിന് സ്നേഹത്തിന്റെ കാവല് കൊടുക്കുവാൻ എന്നാണോ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്, അപ്പോഴാണ് ആരാധനകൾ ദൈവമുമ്പിൽ സുഗ്രാഹ്യമായ യാഗമായിട്ട് മാറുന്നത്. ചട്ടങ്ങളും കൽപ്പനകളുമായി മാറിയ പഴയ നിയമ കാലഘട്ടത്തിന്റെ ആരാധന പുതിയ നിയമത്തിന്റെ രക്തത്താൽ യേശു കാൽവറിയിൽ പുതുക്കി പണിതു. ആദിയിലെ പറുദീസയിൽ നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടായ്മ ബന്ധത്തെ കാൽവറിയിൽ സ്നേഹത്തിന്റെ വിത്തുപാകിയാണ്, ചോരയിൽ കുളിച്ചാണ് യേശു പുതുക്കി പണിതത്. അവൻ മുഖാന്തരം നമുക്കെല്ലാവർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവൻ മനുഷ്യനും ദൈവത്തിനും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഇടമായിട്ട് മാറുകയാണ്. അതുവരെ മനുഷ്യജാതിയും ദൈവവും ഒരകലത്തിൽ നിന്നുവെങ്കിൽ ഈ ക്രൂശ്, യേശുക്രിസ്തുവിന്റെ ക്രൂശ്, പിതാവായ ദൈവത്തെയും സകല മനുഷ്യരാശിയെയും തമ്മിൽ ചേർത്ത് നിർത്തുവാനുള്ള, ഒരുമിച്ച് കൂടി വരുവാനുള്ള ഇടമായിട്ട് മാറി. അപ്പോൾ ആരാധനയുടെ കേന്ദ്രം എന്നത് ദൈവമാണ്. അവനെ ആത്മാവിലും സത്യത്തിലും മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ് ഒരർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. വർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ദ ഡിവൈൻ റീസ്റ്റോറേഷൻ ആൻഡ് ഹീലിംഗ് ഓഫ് ദ ബ്രോക്കൺ റിലേഷൻ ബിറ്റ്വീൻ ദ ട്രിയൂൺ ഗോഡ് ആൻഡ് ഹ്യൂമാനിറ്റി. ആരാധന എന്നത്
മനുഷ്യവംശവും തൃത്യദൈവവും തമ്മിലുണ്ടായ മുറിവേറ്റ ദൈവത്തിൻ്റെ സൗഖ്യമാണ്. രണ്ടാമത് ആരാധന എന്ന് പറയുന്നത് ദൈവികമായ നമ്മുടെ ഓരോരുത്തരുടെയും യഥാസ്ഥാനപ്പെടലിനെയാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധന ഒരിക്കലും ഞായറാഴ്ച ദിവസങ്ങളിൽ കടന്നു വരുവാനുള്ള ഇടം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ അവസ്ഥയിൽ, നമ്മുടെ സംഘടനകളുടെ അവസ്ഥയിൽ, നമ്മുടെ ഒരുമിച്ച് ചേരലിൻ്റെ ഒക്കെ എല്ലാ അനുഭവങ്ങളിലും ത്രിത്വദൈവവും മനുഷ്യനും തമ്മിലുള്ള യഥാസ്ഥാനപ്പെടലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന മുറിവേറ്റ ബന്ധത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഇടമാണ് ആരാധന എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ആരാധന വെറും ആരാധനയല്ല, അത് ആത്മീയ ആരാധനയാണ്. എന്താണ് ഈ ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി എന്നത്? അത് കുറേയേറെ വിഷമം പിടിച്ച ഒന്നാണ്. ഈ കാലഘട്ടം തന്നെ ആത്മീയരുടെയും ആത്മീയതയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ആത്മീയരെന്ന് നടിക്കുന്നവരുടെ കപട ആത്മീയതയെ തിരിച്ചറിയാതെ എവിടെയൊക്കെയോ ഓടി നടക്കുന്നവരായി ഞാനും നിങ്ങളും പലപ്പോഴും തീർന്നു പോയിട്ട്. അപ്രകാരമുള്ള മാറ്റം നമുക്കുണ്ടാവുന്നത് ഈ ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയാണ് ആരാധനയെന്ന് വ്യക്തമായി നമ്മുടെ മനസ്സിൽ പതിയാത്തിടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞ വെടിപ്പുള്ള കൈയും നിർമ്മല മനസാക്ഷിയും എൻ്റെയും നിങ്ങളുടെയും ആന്തരിക മനുഷ്യനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ പുറമേ നടക്കുന്ന ബഹളങ്ങളിൽ, പുറമേ നടക്കുന്ന തുള്ളലുകളിൽ നാം ഭാഗഭാക്കുകളായി തീരുമ്പോൾ ആത്മീയതയുടെ കപട ആത്മീയതയുടെ പ്രകടനമായി നാം ഓരോരുത്തരും തീരുകയാണ് എന്ന് മറന്നു പോകരുത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തുയേശുവിൽ ഉള്ള ഭാവം നമ്മളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് അംഗീകരിക്കാൻ ആത്മീയരെന്ന് ഭാവിക്കുന്ന നമുക്കും ഒരു പരിധിവരെ പ്രയാസം തോന്നും. ആ ഭാവത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇപ്പോൾ വായിക്കണമെന്നില്ല, വീട്ടിൽ പോയ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മളിലേക്ക് കടന്നു വരുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ഓരോരുത്തരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം ഓരോരുത്തരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. നമ്മളൊക്കെ ഒരു സ്നാന ശുശ്രൂഷ നടത്തുന്നത് വളരെ ആഘോഷമായിട്ടാണ്. ആ ആഘോഷമായിട്ടൊരു ശുശ്രൂഷ നടത്തുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്നു, അതോടൊപ്പം അവന്റെ മരണത്തിന് പങ്കാളിയായി തീർക്കുന്നു എന്നുള്ള ബോധം മാതാപിതാക്കളിലോ എത്രത്തോളം കടന്നു വരുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഗ്ലാഡിസ് സ്റ്റെയിൻസിന് പറയാനായിട്ട് സാധിച്ചത് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ഗ്രഹാം സ്റ്റെയിൻസും മക്കളും സ്നാനമേറ്റ് ക്രിസ്തു സഭയോട് ചേർന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തോടും അവന്റെ കഷ്ടപ്പാടിനോടും ഏകീഭവിച്ചവരായി തീർന്നുവെന്ന് ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ആത്മീയതയെങ്കിൽ നാം കുറച്ച് പാടുപെടും, കുറേയേറെ ബുദ്ധിമുട്ടിയേ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ആയുസിന്റെ അവസാനമല്ല, മറിച്ച് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മിലെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എന്നാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം നാം ധരിച്ചുകൊണ്ട് ദൈവത്തോട് സഖിത്വവും ആഴമായ ഇഴയെടുപ്പവും നാം പുലർത്തുമ്പോഴാണ് ആത്മീയ ആരാധന സാധ്യമായി തീരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിന് മുൻപിൽ മരിച്ചവരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ അതാണ് ക്രൈസ്തവ ആത്മീയതയെന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് പിന്നാലെ പോകുവാനല്ല നാം സ്നാനമേറ്റ് അവനോട് ചേർന്നിരിക്കുന്നത്. അതാണ് റോമർ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നല്ലതും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക എന്ന് നമ്മെ പഠിപ്പിച്ചത്.
അപ്പോൾ നാം തിരിച്ചറിയേണ്ടുന്ന ഈ സത്യം, ആത്മീയ ആരാധന സാധ്യമായി തീരണമെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള ഭാവം നാം ധരിച്ചുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മിലെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ ജഡത്തിന്റെ പ്രവർത്തികളെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ നാം കേട്ട് കേട്ട് മറക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ക്രിസ്തുവേശുവിനോട് നമ്മെ അടുപ്പിക്കുന്നതല്ല, ക്രിസ്തുവേശുവിനുള്ള ഭാവം ധരിക്കുവാൻ നമുക്കിടയാക്കുന്നതല്ല എന്ന് തിരിച്ചറിയുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മെ സഹായിക്കട്ടെ. ഈ സ്ഥലകാല ബോധമില്ലാതെ നടത്തുന്ന തുള്ളൽ പ്രക്രിയകളെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഒക്കെ ആത്മീയരെന്ന് വാഴ്ത്തുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. എന്നാൽ യേശുവിൻ്റെ ആത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവാണ്, അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, അത് കരുതലിൻ്റെ ആത്മാവാണ്, സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്ന് നമ്മെ തിരുത്തുന്ന ആത്മാവാണ്, ആന്തരിക സൗഖ്യത്തിൻ്റെയും ആന്തരിക വിടുതലിൻ്റെയും ആത്മാവാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ കാണാനായിട്ടിടയാണ്. നേതാവിൻ്റെ പേര് പറയുന്നില്ല. എന്തായാലും സ്റ്റേജിൽ കുറച്ച് സ്ത്രീകളും നേതാവും കുറച്ച് വോളണ്ടിയർമാരുമുണ്ട്. ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ പുതിയതായിട്ട് മേടിക്കുമ്പം ആ ഷോറൂമിൽ നിന്ന് നമുക്ക് ആളെ വിട്ടു തരും ഡെമോ കാണിക്കാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ നേതാവ് കുറേ പേര് ഇങ്ങനെ സ്റ്റേജിൽ ക്യൂ ആയിട്ട് നിൽക്കുമ്പം ഡെമോ കാണിക്കാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവളിൽ ദുരാത്മാവുണ്ട്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് ഈ ദുരാത്മാവുള്ളത്. ഇവളിൽ ദുരാത്മാവുണ്ട്, അത് പോണം എന്നുള്ളതാണ് ആവശ്യം. നിങ്ങൾ നോക്കിക്കോണം, ഞാൻ ആത്മാവിനെ കാണിച്ചു തരാം. അദ്ദേഹം ആ സ്ത്രീയെ വിരലുകൊണ്ടൊന്ന് തൊട്ടു. അപ്പം ഈ സ്ത്രീ ഷോക്കടിക്കുന്ന പോലെ ഒന്ന് ഞെട്ടി. കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് അമർത്തി പിടിച്ചു. അപ്പം കുറച്ചുകൂടി കൂടുതലായിട്ടൊന്ന് ഞെട്ടി. മൂന്നാമത് ഇദ്ദേഹം ഈ സ്ത്രീയെ ഇങ്ങനെ പിടിച്ചു, ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. അപ്പം ഈ കമ്പന നമുക്ക് വൈബ്രേറ്റ് ചെയ്ത്, മൊബൈലൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ ഈ സ്ത്രീ ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. പിടിവിട്ടാൽ അത് നിൽക്കും, പിടിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. കാരണം ഈ തൊട്ടിരിക്കുന്നത് വിശുദ്ധനായതുകൊണ്ട് ആത്മാവിന് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അത് അദ്ദേഹം ഡെമോ കാണിച്ചു കൊടുത്തതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം അദ്ദേഹം ഈ സ്ത്രീയെ പിടിച്ചിട്ട് പറഞ്ഞു, പോ പോ പോ, ഇത് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് വരുന്നത്, പോ പോ പോ. ഈ സ്ത്രീ നമുക്ക് കേൾക്കാൻ സാധിക്കാത്തവണ്ണം ഉച്ചത്തിൽ അലറലായി. പിന്നെ നിലത്ത് കിടന്നുരുണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നിശ്ചലയായി. വോളണ്ടിയർമാരെടുത്തുകൊണ്ട് പോയി. പിന്നെ വന്ന് കസേരയിൽ ഇരിക്കുന്നതും കണ്ടു. പക്ഷേ ഇതാണ് ഈ ലോകത്തിൽ നാം കാണുന്ന ആത്മീയതയെങ്കിൽ, പാപം അറിയാതെ പിറന്നവൻ ആരെയും പിടിച്ചുലച്ചിട്ടില്ല ഇന്നയോളം. അവൻ്റെ ഓരോ സമീപനങ്ങളും വളരെ സൗമ്യമായിരുന്നു. അവൻ ചേറുകുഴച്ച് കുരുടന്റെ കണ്ണിൽ തൊട്ടു, കുരുടനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, തളർന്നു കിടന്നവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ടും തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവളിലേക്ക് തന്നിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് അവൻ അറിഞ്ഞു. പക്ഷേ ഈ കാണുന്ന വിശുദ്ധന്മാരിലൊന്നും അവൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളോട്ട് പുറപ്പെടുന്നുമില്ല. എനിക്ക് സങ്കടം തോന്നുന്നത് ഇതിലൊക്കെ ആത്മീയ ആരാധനയാണെന്ന് പ്രചരിപ്പിക്കുന്നതിൽ സജീവമായി പങ്കെടുക്കുന്നത് നമ്മുടെയൊക്കെ സഭകളിലെ അംഗങ്ങൾ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് ഇത്രയധികം ആഴത്തിൽ വചനം പഠിക്കുവാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മളിൽ നിന്നാണ് പുറപ്പെട്ടു പോകുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രകടനങ്ങളില്ലാത്ത ക്രിസ്തു അനുഭവമായി ഈ അന്ധകാരത്തിൻ്റെ നാട്ടിലേക്ക് 1800കളുടെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലുമൊക്കെ ചിലർ കറുത്ത പുസ്തകമായിട്ട് വന്ന ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈസ്റ്റ് കേരള മഹായിടവ വളരെ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ മലനാടിൻ്റെ അപ്പോസ്തലൻ എന്ന ഹെൻറി ബേക്കർ ജൂനിയറിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എനിക്ക് അഭിമാനമുണ്ട്, 180 വർഷം പഴക്കമുള്ള എൻ്റെ മാതൃദേവാലയം
ഹെൻറി ബേക്കർ സ്ഥാപിച്ച ദേവാലയമാണെന്ന്, അവിടുന്ന് കിട്ടിയ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദർശനമെന്ന്, വെളിച്ചമെന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആരുടെയും ജീവിതത്തിൽ പ്രകടനങ്ങളില്ലായിരുന്നു. ഇന്നും കേരള മിഷണറി പ്രയാണത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ ഇളയ മകൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇവിടെ കുടികളിൽ നിന്ന് വന്നവരെ കണ്ടിട്ട് മനുഷ്യരാണെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കണം. മനുഷ്യരാണെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കണം. അവരുടെ മുൻപിൽ പ്രകടനപരതകളില്ലാതെ, ആത്മീയതയുടെ പ്രകടനങ്ങളില്ലാതെ ഹെൻറി ബേക്കർ ഇറങ്ങി വന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ യോഗം. അങ്ങനെയെങ്കിൽ ഈ മിഷണറി വീരന്മാരുടെ ചരിത്രം നമ്മൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു വന്ന വിശുദ്ധരായിരുന്നു അവരെന്ന് നമ്മുടെ തലമുറ തിരിച്ചറിയും. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഇടവക ജീവിതം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് വന്ന് എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഒക്കെ അതിരുകളിൽ പാർക്കുന്ന ഈ മഹായിടവകയുടെ മക്കൾ ഓരോന്നും കഴിഞ്ഞ തലമുറ വളരെയധികം ദൈവാശ്രയത്തോടുകൂടെ ഏതൊരു ദേവാലയത്തെയും താങ്ങി നിർത്തുവാൻ, ഏതൊരു ദേവാലയത്തിലും ഇവിടം വിട്ടുപോയാലും അവരുണ്ടാകും എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ എനിക്കും നിങ്ങൾക്കും ഓർക്കാവുന്ന കാര്യമാണ്. അവർ കണ്ടു വളർന്നത്, അവർ പഠിച്ചു വളർന്നത് ഈ പ്രകടനപരതയുടെ ആത്മീയതയല്ല. അവരറിഞ്ഞു വളർന്നത് പ്രകടനങ്ങളില്ലാത്ത ക്രിസ്തു അനുഭവത്തിന്റെ മിഷണറി ചരിത്രങ്ങളായതുകൊണ്ടാണ്. അവർക്ക് ഓരോരുത്തർക്കും തങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദേവാലയങ്ങളെ താങ്ങി നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നെന്ന് നന്ദിയോടെ ദൈവസന്നിധിയിൽ ഞാൻ ഓർക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകളായി ഒഴുകിയിറങ്ങേണ്ട ഇടവും അനുഭവവുമാണ് ആരാധന. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനകൾ ശുഷ്കവും ചൈതന്യരഹിതവുമായി തീരുന്നതിന്റെ കാരണം നാം തിരിച്ചറിയണം. ഒരു വിശ്വാസി എന്നും മുറിവേൽക്കപ്പെടേണ്ടവനാണ്. ഒരു വിശ്വാസി ഒരിക്കലും സമ്പന്നതയുടെ മധ്യത്തിലോ ജീവിത സൗകര്യങ്ങളുടെ മധ്യത്തിലോ മാത്രം ജീവിക്കേണ്ടവനല്ല. ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഗത്സമന തോട്ടത്തിന്റെ അനുഭവമാണ്. പത്രോസ് പറഞ്ഞു, നമുക്കിവിടെ ഇരിക്കാൻ കുടിലുകൾ ഉണ്ടാക്കാം. കുടിലുകൾ ഉണ്ടാക്കുവാനല്ല മലമുകളിലേക്ക് കയറിപ്പോയത്. താഴ്വരകളിലെ യാത്രയ്ക്ക് അവരെ ഒരുക്കുവാൻ വേണ്ടി ദൈവനിയോഗം പ്രാപിക്കുവാനാണ് ക്രിസ്തു മലമുകളിലേക്ക് കയറിപ്പോയത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ വേദവചനത്തെ തിരിച്ചറിയുമ്പോഴാണ് നമ്മിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുകിയിറങ്ങുന്നത്. അപ്രകാരം നമ്മുടെ ആലയങ്ങളിൽ, ആരാധനകളിൽ ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുകിയിറങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനകളൊക്കെ ശുഷ്കവും ചൈതന്യരഹിതവുമായി തീരുമെന്ന് നാം മറന്നു പോകരുത്. മറുകണ്ഠം ചാടിപ്പോകുന്നവരെ നോക്കിയിട്ടല്ല നാം ആരാധിക്കേണ്ടത്. എന്നെയും നിങ്ങളെയും നടത്തിയ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ അവനെ ധ്യാനിക്കാതിരിക്കും? മദർ തെരേസ അഗതികളുടെ അമ്മ എന്നറിയപ്പെട്ടു. ഈ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, when the worship stops, the service begins, and my service begins at the altar. ആരാധന അവസാനിക്കുന്നിടത്ത് സേവനം ആരംഭിക്കുകയാണ്. എൻ്റെ സേവനം ഈ വിശുദ്ധ മദ്ബഹായിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓരോ ആരാധനകളും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനായി, പുതിയ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ സഹിക്കുന്നതിനായി, പുതിയ വഴികൾ വെട്ടിത്തുറക്കുന്നതിനായി മദർ തെരേസയ്ക്ക് കാരണമായി തീർന്നത് ഈ മദ്ബഹായിൽ ഉയർന്ന ഓരോ ആരാധനകളുമാണ്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഓരോ മനുഷ്യ ശരീരവും വിശുദ്ധ മദ്ബഹാകളായിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കപ്പെടേണ്ടവരാണ്. ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കപ്പെടേണ്ട നമ്മളിൽ ഓരോരുത്തരും ആലയത്തിന് ചേരാത്ത പ്രവൃത്തികൾ വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം സഹോദരങ്ങളെ. സ്വഭാവത്താൽ കാട്ടുമരമായിരുന്നു നിന്നെ വെട്ടി മാറ്റിയെടുക്കുവാൻ നിന്റെ ദൈവത്തിന് താല്പര്യം തോന്നിയെങ്കിൽ, നിനക്ക് തന്ന ഇഹലോക ജീവിതത്തിൽ നിന്റെ ദൈവത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുന്ന ഏതേത് ഘടകങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ അതിനെ വെട്ടിമാറ്റുവാനുള്ള തൻ്റെ ഇടം, ആർജവം, ആഴമായ ദൈവാശ്രയം എനിക്കും നിങ്ങൾക്കും എപ്പോൾ രൂപപ്പെട്ട് കിട്ടുന്നു അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം അടിസ്ഥാനമുള്ളതായി തീരുന്നത്. അപ്പോൾ മാത്രമാണ് ആ വിശ്വാസം
തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദർശനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ക്രൈസ്തവ സഭ, പ്രത്യേകിച്ചും നമ്മുടെ ഈ സുവിശേഷ വിഹിത സഭ, ദക്ഷിണേന്ത്യ സഭ കഴിഞ്ഞ കാലങ്ങളിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേരൂന്നി പടരുവാനായിട്ടിടയായത്. ഇന്ന് സഭ ശോഷിച്ചു പോകുന്നുവെങ്കിൽ അത് നാം ദൗത്യം മറന്നുപോയത് കൊണ്ടാണ് എന്ന് നാം മറക്കരുത്. ഇന്ന് ദക്ഷിണേന്ത്യ സഭ സാക്ഷ്യം നഷ്ടപ്പെട്ട സഭയായി തീർന്നുവെങ്കിൽ ഭാരതദേശത്തെ സുവിശേഷീകരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമായി 47 ഒരുമിച്ച് ചേർന്ന ഈ സഭ അതിൻ്റെ ദൗത്യം കയ്യിൽ നിന്ന് കളവ് പോയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നാം ആരും മറന്നു പോകരുത്. വീഴ്ച സംഭവിച്ചത് എനിക്കും നിങ്ങൾക്കുമാണ്. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമാണ് ഈ സഭയെ നയിക്കുവാൻ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തു അനുഭവമുള്ളവരായി തീർന്നില്ലാത്തത് കൊണ്ടാണ് സഭ പലപ്പോഴും അതിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ട സഭയായിട്ട് പോകുന്നത്. അത് നമ്മുടെ വിഷയമല്ല, ഞാനത് വഴിയെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നാം ആദ്യമേ പറഞ്ഞ ബുദ്ധിയുള്ള ആരാധന അഥവാ ശ്രേഷ്ഠമായ ആരാധനയിലേക്ക് നാം നയിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് യേശുവിനോട് പഠിച്ച 2 പേരെ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വായിക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവെ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. മതി. ഒരു വേദഭാഗം കൂടിയുണ്ട്, അത് നമുക്ക് പിന്നാലെ വായിക്കാം. അത് അടുത്ത അധ്യായം 4-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് വളരെയേറെ പരിചിതമായ വേദഭാഗങ്ങളാണ്. ഈ 2 ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അന്നത്തെ സമൂഹത്തിന്റെ 2 അറ്റത്ത് നിൽക്കുന്ന 2 വ്യക്തികളാണ്. ആ സമൂഹത്തിന്റെ ഒരേ അറ്റത്ത് നിൽക്കുന്നവരല്ല, 2 അറ്റത്ത് നിൽക്കുന്ന 2 വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത് നാം കാണുന്നത് നിക്കോദെമോസ് എന്ന പരീശ പ്രമാണിയെയാണ്. ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ആളാണ്. ആ രാജ്യത്താകമാനം ഏകദേശം 6000-ഓളം പേർ മാത്രമേ പരീശന്മാരിൽ പെടുന്നുള്ളൂ. മാത്രമല്ല, ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ അവൻ വേർതിരിക്കപ്പെട്ടവനാണ്. യഹൂദന്മാരുടെ എഴുതപ്പെട്ട നിയമങ്ങളിൽ നിന്ന് പിന്നീട് ചെറു നിയമങ്ങളും അതിൻ്റെ ഉപഘടകങ്ങളുമൊക്കെ രൂപപ്പെട്ടു വന്നു. അത് മുഴുവൻ ചെയ്തത് ശാസ്ത്രിമാരാണ്. ഈ ശാസ്ത്രിമാർ എഴുതി വച്ചിരിക്കുന്ന ഈ നിയമങ്ങൾ മുഴുവനും പാലിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അനുഭവം കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു പരീശൻ. ഒരു പരീശനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് എഴുതപ്പെട്ട നിയമത്തിന്റെ എല്ലാ വശങ്ങളും പാലിക്കുവാൻ അവൻ ബാധ്യസ്ഥനാണ്. അതുമാത്രമല്ല, 70 പേരടങ്ങുന്ന സന്നിധിയും സംഘത്തിലെ ഒരു മെമ്പറുമാണ് ഈ നിക്കോദെമോസ്. ഈ സന്നിധി സംഘം എന്ന് പറയുന്നത് ഒരുപക്ഷെ യഹൂദ സമുദായത്തിന്റെ സുപ്രീം കോടതിയായിട്ട് നമുക്ക് വിവക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രവുമല്ല, ഒരു പ്രവാചകൻ അവൻ കള്ളപ്രവാചകനാണോ എന്ന് ടെസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം കൂടി ഉള്ള കമ്മിറ്റിയാണ് ഈ സന്നിധിയും സംഘം. അതിലുൾപ്പെട്ട നിക്കോദിമോസാണ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. അവൻ രാത്രിയിൽ വരാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അപകടമാണ്. യേശു ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ പരീശ പ്രമാണിയായ നിക്കോദെമോസ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് അപകടമാണ്.
അവൻ പരീശനാണെന്നതാണ് കാരണം. രണ്ടാമത്, ഈ വരവ് അതീവ രഹസ്യവും യേശുവിനൊത്ത് ഒരു അൺഡിസ്റ്റർബ്ഡ് ടൈമായിട്ട്, ഒട്ടും അസ്വസ്ഥതകളില്ലാതെ അവൻ യേശുവിനോട് സംവദിക്കാനുള്ള ഒരു സമയവുമായിരിക്കണമെന്ന് നിക്കോദിമോസ് നിശ്ചയിച്ചിരുന്നു. ഈ മനുഷ്യൻ യഹൂദ മതാനുസരണം ജീവിക്കുന്നവനും സമൂഹത്തിൽ മാന്യനുമായിരുന്നു. അവൻ ഒരുപാട് ബഹുമതികൾ ഉണ്ടായിരുന്നു. പക്ഷേ നിക്കോദിമോസ് ഒരു ഉലയുന്ന മനുഷ്യനായിരുന്നു, കാറ്റടിച്ചുലയുന്ന കപ്പൽ പോലെ. പരീശൻ കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ പ്രമാണങ്ങളും കാത്തു സൂക്ഷിച്ചിട്ടും തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതായിട്ട് നിക്കോദിമോസിന് തോന്നിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണുന്നതിനായിട്ടാണ് നിക്കോദിമോസ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവൻ രാത്രിയുടെ മറവിൽ യേശുവിനെ തേടിയെത്തുമ്പോൾ താൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുറവ് കൂടി കണ്ടെത്തി ദൈവരാജ്യത്തിന് ഓഹരിക്കാരനായി തീരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുളിൻ്റെ മറവിൽ താൻ എത്തുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ഈ നിക്കോദിമോസ് യേശുവിനോട് ഇരുളിൽ സംസാരിച്ച് വെളിച്ചം കണ്ടെത്തിയ വ്യക്തിയാണ്. നമ്മളൊക്കെ വെളിച്ചത്താണ് പലപ്പോഴും നടക്കുന്നത്. എന്നാൽ ഇരുളിൻ്റെ മറവിൽ വന്നിട്ട് യേശുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച വ്യക്തിയാണ് നിക്കോദിമോസ്. അവൻ തിരിച്ചറിയുന്നു ഇവൻ അടയാളങ്ങളില്ല, ആന്തരിക മനുഷ്യന് വരുന്ന മാറ്റമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. എന്ന് വെച്ചാൽ തികച്ചും പുതുതായി ജനിക്കും പോലെ നമ്മെ നാം മാറ്റിയെടുക്കുന്ന സമ്പൂർണമായ മാറ്റത്തിൻ്റെ അനുഭവമാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതൊരു പരിപൂർണമായ മാറ്റമാണ്, ഒരു ചേഞ്ചാണ്. മാനുഷികമായതിന് പരിധിയുണ്ട് എന്ന് യേശു തമ്പുരാൻ നിക്കോദിമോസിനോട് പറയുന്നത് ഇത് തന്നെയാണ്. അതേ വാക്യമാണ് 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടും ജനിപ്പിക്കാനായിട്ടൊക്കെ നമ്മുടെ ഇടയിൽ പലരും വരാറുണ്ട്. ഈ വചനം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്ത്യൻ ഡൈയിങ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് റൈസിങ് എ ലൈഫ് എ ന്യൂ. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഒരു പുതുജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കി തീർക്കുന്ന അനുഭവം. ഈ നിക്കോദിമോസിന്റെ ചോദ്യം തന്നെയാണ് ഈ സുവിശേഷ യോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനം. ഇതുപോലെ ഒരു യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നുവെങ്കിൽ നീ നിന്റെ സഹോദരന്റെ ജീവിതത്തിന് കാവൽക്കാരനാകുന്നു എന്ന് സമൂഹത്തോട് ഈ മഹായിടവക വിളിച്ചു പറയുന്നതിൻ്റെ തെളിവാണ് ഇവിടെ നടക്കുന്ന ഓരോ വചന പ്രഘോഷണങ്ങളും. 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, വീണ്ടും ജനനം പ്രാപിക്കുന്നു. പുതിയ നിയമം മുഴുവനും ഈ വീണ്ടും ജനനവും പുതു സൃഷ്ടിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജനനം എന്ന് പറയുന്നത്, ആരെങ്കിലും യഹൂദ മതത്തിൽ ആകൃഷ്ടരായാൽ പ്രാർത്ഥന, യാഗം, സ്നാനം ഇത് ചെയ്താൽ അവൻ പുതു സൃഷ്ടിയായി മാറുകയാണ്. അവൻ്റെ കുടുംബത്തിലാകട്ടെ കൂട്ടുകാരോടാകട്ടെ യാതൊരു ബന്ധവും പിന്നീട് അവനില്ല. അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷങ്ങളിലെ 4-ാം സുവിശേഷം അത് 4 കാര്യങ്ങളെ നമ്മുടെ മുൻപിൽ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ജനനം, ദൈവരാജ്യം, പുത്രത്വം, നിത്യജീവൻ. വീണ്ടും ജനനം, ദൈവരാജ്യം, പുത്രത്വം, നിത്യജീവൻ. ദൈവരാജ്യ അനുഭവം എന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത് നാം അധിവസിക്കുന്ന സമൂഹത്തിൽ ദൈവഹിതം സ്വർഗത്തിൽ എങ്ങനെ നിറവേറ്റപ്പെടുന്നുവോ അതുപോലെ ഭൂമിയിൽ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നാം ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവരായി ജീവിക്കുക എന്നർത്ഥം. പുത്രത്വം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലൂടെയും അനുസരണയിലൂടെയും നമുക്ക് ലഭിക്കുന്ന വിലമതിക്കാനാകാത്ത പദവിയാണ്. നമുക്കറിയാം, മുടിയനായ പുത്രൻ കുടുംബത്തിലെ ഇളയ പുത്രനായി ജീവിച്ചുവെങ്കിൽ തൻ്റെ ഓഹരി വാങ്ങി മടങ്ങിപ്പോയപ്പോൾ അവൻ തിരികെ വന്നത് ദാസ്യത്തിന്റെ അനുഭവത്തിലേക്കാണ് അവൻ ആഗ്രഹിച്ച് കടന്നു വന്നത്. എന്നാൽ സ്നേഹത്തിലൂടെയും ദൈവികമായ അനുസരണത്തിലൂടെയും അവൻ്റെ പിതാവ് അവന് നൽകുന്നത് പുത്രത്വത്തിൻ്റെ വലിയ പദവിയാണ്.
നിത്യജീവൻ എന്നാൽ നിത്യതയിലെ ജീവൻ എന്നതിനേക്കാൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവമാണ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവരാജ്യ അനുഭവവും പുത്രത്വവും നിത്യജീവനും ഒരുമിച്ച് ചേരുമ്പോഴാണ് നാം വീണ്ടും ജനനത്തിന്റെ അല്ലെങ്കിൽ പുതുജനനത്തിന്റെ അനുഭവത്തിലായി തീരുന്നത്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ദൈവഹിതം അനുഷ്ഠിക്കുവാനായിട്ട് സാധ്യമല്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കൊരു വീണ്ടെടുപ്പും വീണ്ടും ജനനവും പ്രാപിക്കുവാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന്. ആമേൻ. ഞാനും നിങ്ങളും വേറെ നാമങ്ങളെ തേടിപ്പോകുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വീണ്ടും വീണ്ടും ഊന്നി നമ്മെ പഠിപ്പിക്കുകയാണ്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന്. അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുമ്പോൾ നാം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുകയാണ്. വെള്ളം എന്നത് കഴുകപ്പെടലിന്റെ ശുദ്ധിയുടെ അനുഭവമാണ്. യേശു നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ മറയ്ക്കപ്പെടുകയും പൊറുക്കപ്പെടുകയും ചെയ്യും. യേശു നമ്മെ ഏറ്റെടുക്കുമ്പോൾ, നാം അവനെ സ്നേഹിക്കുമ്പോൾ, ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, നാം ആരും ചിന്തിക്കരുത് അതിക്രമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നവനാണ് വാഴ്ത്തപ്പെട്ട ക്രിസ്തു എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കരുത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അവൻ വാതിൽക്കൽ മുട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, വാതിൽ തുറക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമാണ് അവൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അവൻ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ, നാം പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ അകൃത്യങ്ങൾ മറയ്ക്കപ്പെടുകയും പൊറുക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. നമുക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ്. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിത വീഴ്ചകൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, ഇതുവരെ ചെയ്യുവാൻ നമുക്ക് കഴിയാതെ പോയ പലതും ചെയ്യുവാൻ നമുക്ക് ശക്തി പകരുകയും ചെയ്യും. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആത്മാവുള്ളവനിൽ നിന്നാണ് പുറപ്പെടുന്നത്. നാം പലപ്പോഴും തർക്കുത്തരം പറയുന്നവരും ധിക്കാരം കാട്ടുന്നവരും അനുസരണക്കേട് കാട്ടുന്നവരുമാണെങ്കിൽ, ആത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുവരെ പറയുവാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ പറയാതെ ഇരിക്കുവാൻ, നമ്മുടെ നാവിനെ അടക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ചെയ്യാൻ കഴിയാത്ത പലതും നമ്മെ കൊണ്ട് ചെയ്യുമെന്ന് പറയുന്നത്. അല്ലാതെ ഇതുവരെ 2 മുറിയുള്ള വീട് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ 8 മുറിയുള്ള വീട് നമുക്ക് പണിതുണ്ടാക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നതല്ല ആത്മാവിൻ്റെ നടത്തിപ്പ്. ആ ബന്ധനത്തിൻ്റെ ആത്മാവല്ല ക്രിസ്തുവിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മെ ഒരുക്കുന്ന ആത്മാവാണ്. അതാണ് ഇതുവരെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായ ആത്മനിയന്ത്രണത്തിൻ്റെ വരം നമുക്ക് നൽകുന്ന ആത്മാവ്. അങ്ങനെ നോക്കുമ്പോൾ വെള്ളവും പരിശുദ്ധാത്മാവും ക്രിസ്തുവിൻ്റെ വെടിപ്പാക്കലിൻ്റെയും നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തലിൻ്റെയും അടയാളങ്ങളായി മാറുന്നു. അത് പഴയ കാലത്തെ തുടച്ചു മാറ്റുക മാത്രമല്ല, ഭാവിയിലെ വിജയത്തിനായി നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നാം വായിച്ചു കേട്ടു, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്തിൽ നിന്ന് ജനിച്ചവന്റെ ശക്തി ജഡത്തിന്റെ ബലഹീനതയെ കവിയുകയില്ല. എന്നാൽ ആത്മാവിൽ നിന്ന് ജനിച്ചവൻ ആത്മസ്വഭാവത്തിൽ നിലനിൽക്കും. ജഡത്തിന്റെ പരിമിതിയെ അതിജീവിക്കുവാൻ ജഡസ്വഭാവമുള്ളവന് കഴിയുകയില്ല. ആത്മാവിൽ നിന്ന് ജനിച്ചവന് ആത്മസ്വഭാവത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. നിക്കോദിമോസ് തിരഞ്ഞു വന്നത് ദൈവിക പ്രസാദത്തിൽ നിലനിൽക്കുവാനുള്ള വഴിയാണ്. അതിന് നാം ഈ ചിന്തിച്ച ഒരേ ഒരു വഴിയേ ഉള്ളൂ, പുതു സൃഷ്ടിയാകുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അത്ര നല്ല ചരിത്രം രേഖപ്പെടുത്താത്ത ഒരു സ്ത്രീയാണ്. ശമരിയ പ്രദേശത്ത് സുഖാർ പട്ടണത്തിൽ
വെള്ളം കോരാൻ വന്ന ഒരു ശമരിയ സ്ത്രീയാണ് ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവളുടെ ചരിത്രം അത്ര നല്ലതായിരുന്നില്ല. അവളുടെ പിൻകാല ചരിത്രം മറ്റുള്ളവരോട് പറയുവാൻ കൊള്ളുന്നതായിരുന്നില്ല. കൂടുതൽ വിവരണങ്ങളൊന്നും അവളെപ്പറ്റി പറയുവാൻ നമുക്ക് ആവശ്യമില്ല. വളരെ വേഗത്തിൽ നമുക്ക് ആ സ്ത്രീയെ ഒന്ന് പഠിക്കാം. യേശുവുമായിട്ടുള്ള അവളുടെ അഭിമുഖം ആ സ്ത്രീക്ക് അവളെ തന്നെ നേരിടുവാനുള്ള കരുത്തും തൻ്റെ ആളത്വത്തെ മനസ്സിലാക്കാനും സാധിച്ചു. യേശു അവളോട് പറയുന്നുണ്ട്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. യേശു പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. എവിടെ നിന്നോ വന്ന് കിണറ്റിൻകരയിൽ വെള്ളം കുടിക്കുവാൻ കാത്തിരുന്ന ഒരുത്തൻ എങ്ങനെയാണ് സുഖാർ പട്ടണത്തിലെ ഈ സ്ത്രീയുടെ പിൻകാല ചരിത്രം അറിഞ്ഞത് എന്ന് ഈ സ്ത്രീ സംശയിച്ചിട്ടുണ്ടാകും. എന്നാൽ യേശുവിനെ നേരിടുമ്പോൾ അവൾക്ക് അവളെ തന്നെ നേരിടാനുള്ള കരുത്തും തൻ്റെ യഥാർത്ഥ ആളത്വത്തെ തിരിച്ചറിയുവാനുള്ള കഴിവും നേടാൻ സാധിക്കുകയുണ്ടായി. തൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്പഷ്ടമായി സംസാരിച്ച യേശുവിൻ്റെ മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. താൻ കണ്ടെത്തിയ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ അവൾ ഓടിപ്പോകാൻ തയ്യാറായി കുടം കിണറ്റിൻകരയിൽ വിട്ടേച്ചു പോവുകയാണ്. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ അവൾ തയ്യാറായ നിമിഷം അവളുടെ മലിനമായ ഭൂതകാലം അവൾ മറക്കുവാനിടയായി. ഇതാണ് സഹോദരങ്ങളെ, നാം ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ മലിനമായ ഭൂതകാലത്തെ ദൈവം തുടച്ചു മായ്ച്ചു കളയുമെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൾ മുഖാന്തരം ആ പട്ടണത്തിലെ ശമര്യരിൽ പലരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. യേശു പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ സ്ത്രീ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചത് അവിടെയും ഇവിടെയുമാണ്. പിതാക്കന്മാർ നിയമത്തിനനുസരിച്ചും തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചും നിശ്ചയിച്ച ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ തേടേണ്ടത്. ആത്മാവായ ദൈവത്തെ ഒരു വിഗ്രഹത്തോട് ഉപമിക്കുവാനോ ഒരു രൂപത്തിലേക്ക് ചുരുക്കുവാനോ സാധ്യമല്ല എന്നാണ് യേശു ശമരിയ സ്ത്രീയെ പഠിപ്പിക്കുന്നത്. അവളുടെ ജീവിതത്തിന്റെ ആന്തരിക അവസ്ഥയെ തുറന്നു കാട്ടിയ ക്രിസ്തു അവളെ പഠിപ്പിക്കുന്നത് പിതാക്കന്മാരുടെ ദൈവത്തെയല്ല, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുവാനാണ്. അത് ജീവിതത്തിന്റെ സത്യ അവസ്ഥയിലും ആത്മബോധത്തിലുമാണ്. നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ജീവിതത്തിന്റെ സത്യ അവസ്ഥയിലും ആത്മബോധത്തിലുമാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പൊതുസമൂഹത്തിന് എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുവാനായിട്ട് സാധിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സത്യ അവസ്ഥയിലും ആത്മബോധത്തിലുമാണ്. ആമേൻ. എങ്ങനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും? എൻ്റെ കണ്ണിൽ കോലിരിക്കെ എൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരടിനെ കുറിച്ച് ലോകത്തെങ്ങും പ്രചരിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥയിലാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ആത്മബോധത്തിലാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? അതാണ് നന്മയും പൂർണ്ണതയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് പറയുന്നത്. നാം ആരുമായിക്കൊള്ളട്ടെ, നാം ആയിരിക്കുന്ന സത്യാവസ്ഥയിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന അവൻ്റെ മുൻപിൽ അവനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ 2 ഉദാഹരണങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ ചിന്ത, യേശു നൽകിയ ഉൾക്കാഴ്ച നിക്കോദിമോസും ശമരിയ സ്ത്രീയും തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ശമരിയ സ്ത്രീ ആ മാത്രയിൽ തന്നെ സുവിശേഷത്തിന്റെ വാഹകയായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു പോയി എങ്കിൽ ആ പട്ടണത്തിൽ പലരും അവൾ മുഖാന്തരം യേശുവിനെ വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു. ശമരിയ പട്ടണത്തിൽ 2 ദിവസം താമസിക്കുവാൻ യേശുവിന് കളമൊരുങ്ങി. നിക്കോദിമോസിന് ലഭിച്ച ദർശനമാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യം. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. അവന്റെ ശരീരമെടുത്തു ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദേമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന് ശരീരമെടുത്തു
യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ കേൾക്കണം സഹോദരങ്ങളെ, അത്രയും മതി. പരീക്ഷ പ്രമാണിയായിരുന്ന സന്നിദ്രീം സംഘത്തിൽ അംഗമായിരുന്ന 6000 പരീക്ഷന്മാരിൽ ഒരുവനായിരുന്ന നിക്കോദിമോസിന് യേശു നൽകിയ ഉൾക്കാഴ്ചയാണ് യഹൂദന്മാർ ക്രൂശിൽ തറപ്പിച്ചു കൊന്ന യേശുവിന്റെ ശവശരീരത്തെ സുഗന്ധവർഗങ്ങളോടുകൂടി അടക്കുവാൻ നിക്കോദിമോസിനെ പ്രേരിപ്പിച്ചത്. അവന് ജീവിതത്തിൽ യേശുവിനോട് ലഭിച്ച ഉൾക്കാഴ്ചയാണ്. അതിനർത്ഥം പരീക്ഷ പ്രമാണിയായിരുന്നിട്ടും നിക്കോദിമോസ് ദൈവപ്രസാദത്തിലേക്ക് നടന്നെടുത്തത് ക്രിസ്തു നൽകിയ ഉൾക്കാഴ്ചയിലൂടെയാണ് എന്നാണ്. അവർ പിന്നീട് ചുറ്റുമുള്ളവരെ പേടിച്ചില്ല. ശമരിയ സ്ത്രീ ആയാലും ഒരു വേശ്യാസ്ത്രീ എന്ന് വേണമെങ്കിൽ പോലും ഇന്ന് ആ വാക്കൊക്കെ ഉപയോഗിക്കുന്നത് കോടതി മര്യാദ പ്രകാരം തെറ്റായിരിക്കാം. പക്ഷേ ചില വാക്കുകൾ അതിൻ്റെ അർത്ഥതലങ്ങളിൽ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് പ്രാപ്തമായ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നന്ന്. ആ സ്ത്രീയുടെ പിൻകാല ചരിത്രം അവളെ അങ്ങനെ വിളിക്കുവാൻ പ്രാപ്തിയാക്കിയെങ്കിൽ ക്രിസ്തു നൽകിയ ദർശനം നിക്കോദിമോസിനെയും ശമരിയ സ്ത്രീയെയും തങ്ങളെ ചുറ്റുമുള്ളവരെ പേടിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു നൽകിയ ആരാധനയുടെ ദർശനം അവരെ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകരാൻ ഇടയാക്കി. ഇത് തന്നെയാണ് അവൻ നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന അവന്റെ മുൻപിൽ നമുക്ക് കപടാരാധനയുടെ കാവൽക്കാരാകാൻ സാധിക്കുമോ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയും നമ്മുടെ ദൈവാരാധനയും ഒക്കെ കാപഢ്യങ്ങളായി ഉപരിപ്ലവങ്ങളായി മാറുകയാണ്. പുറമെ ആത്മീയനെന്ന് നടിക്കുന്നവരാരും ആത്മീയനല്ല. അകമേ ആത്മീയനാവാൻ കഴിയണമെങ്കിൽ നാം വീണ്ടും ജനനം പ്രാപിച്ചവരായി തീരണം. അതിന് നാം ക്രിസ്തുവിലായി തീരണം. അതാണ് പൗലോസിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നാം ക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടം നമ്മെ വെല്ലുവിളിക്കുന്നത് ലോകത്തിന് അനുരൂപരാകുവാനായിട്ടാണ്. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ നമ്മെ നയിക്കുന്നത് സാഹചര്യങ്ങളുടെ സൗകര്യങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, മുൻകാലങ്ങളിൽ കാണരുതാത്തതെന്ന് പറയുന്നത് കാണുവാനും, കേൾക്കരുതാത്തത് കേൾക്കുവാനും, പറയരുതാത്തത് പറയുവാനും, ചെയ്യരുതാത്തത് ചെയ്യുവാനും, ചിന്തിക്കരുതാത്തത് ചിന്തിക്കുവാനും ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ പെട്ടിയിലൂടെ നാം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും നാം ചിന്തിക്കുന്നതുമൊക്കെ ഒട്ടും നന്നല്ലാത്ത കാര്യങ്ങളാണ്. അതിന് നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ മനസ്സുകൾ ഇത്ര വികലമായി തീർന്നിരുന്നില്ല. അപ്പൊ വികലമായ കാഴ്ചപ്പാടുകളുടെ ഒരു കാലത്ത് ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിക്കുവാനുള്ള വെല്ലുവിളിയാണ് നാം നേരിടുന്നത്. പക്ഷേ ഗലാത്യർ 5:22 പറയുന്ന ആത്മാവിന്റെ ഫലങ്ങളും ആത്മനിയന്ത്രണത്തിന്റെ വരവും നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടമാണിത്. വെളുത്ത വസ്ത്രം ധരിച്ചാലും, വെളുത്ത തുവാലയിൽ പൊതിഞ്ഞ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചാലും നാം ആരും ആത്മീയരായി മാറുകയില്ല. വെള്ള വസ്ത്രം ഉള്ളിലെ കറുപ്പ് മറയ്ക്കുവാൻ നമുക്ക് നൽകപ്പെടുന്ന വസ്ത്രങ്ങളല്ല. അതുകൊണ്ട് അകമേ ആത്മീയനായെങ്കിൽ മാത്രമേ ഈ ആത്മനിയന്ത്രണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കാലം അതിവിദൂരമല്ലാതെ നമ്മുടെ മുൻപിലുണ്ട്. അന്ന് നമുക്കൊന്നും മറച്ചു പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിശ്വവിഖ്യാതനായ ഒരു ലെബനീസ് കവി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലെബനീസ് കവി വളരെ ആർദ്രമായ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. 2 ചങ്ങാതിമാർ ഒരു താഴ്വരയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, അങ്ങ് ദൂരെ ആ മലമുകളിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട്, നീ ആ വെളിച്ചം കാണുന്നുണ്ടോ? അപ്പൊ ചങ്ങാതി പറഞ്ഞു, കാണുന്നുണ്ട്. അതാരാണ്? അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, അത് ഈ ലോകത്തെ എന്നോ ഉപേക്ഷിച്ച് കടന്നുപോയ ഒരു സന്യാസിയാണ്. അദ്ദേഹം ദൈവത്തെ ധ്യാനിച്ച് മലമുകളിൽ കഴിയുകയാണ്. ഈ ലോകത്ത് നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നതേയില്ല.
പുറലോകം അദ്ദേഹം കണ്ടിട്ടില്ല. എത്രയോ കാലങ്ങളായിട്ട് ദൈവവുമായി ആഴമായ ബന്ധം പുലർത്തി ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയാണ്. പെട്ടെന്ന് മറ്റേയാൾ അതിന് മറുപടി പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി സഹോദര. മലമുകളിൽ നിന്ന് ഈ താഴ്വരയിലേക്ക് ഇറങ്ങി വരാത്തിടത്തോളം കാലം അയാൾക്കൊരിക്കലും ദൈവത്തെ കാണാനായിട്ട് കഴിയുകയില്ല. താഴ്വരയിലെ മരണ വീടുകളിൽ കുടുംബാംഗങ്ങളോട് ചേർന്ന് കണ്ണീർ പൊഴിക്കാതെ, വിവാഹ സംഘങ്ങളോട് ചേർന്ന് നൃത്തമാടാതെ, കുഞ്ഞുകുട്ടികളുടെ കളിക്കൊഞ്ചൽ കേൾക്കാതെ, ദാരിദ്ര്യത്തിലിരിക്കുന്നവരുടെ വിശപ്പറിയാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ദൗത്യവും സഭയുടെ ദൗത്യവും ഇത് തന്നെയാണ്. കരയുന്നവരുടെ കണ്ണുനീരൊപ്പാനും, അംഗവൈകല്യമുള്ളവന് താങ്ങായി മാറുവാനും, സന്തോഷിക്കേണ്ടവരോടുകൂടെ സന്തോഷിക്കുവാനും, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിപ്പാനും നമുക്ക് കഴിയാതെ വന്നു. ആ കഴിയാതെ വന്ന അവസ്ഥയിലാണ് നമുക്കും നമ്മുടെ സഭകൾക്കും ദൈവപ്രസാദം നഷ്ടപ്പെട്ടത്. നമുക്ക് ആത്മീയ മുരടിപ്പ് ബാധിച്ചത്. വളരെ തണുപ്പുള്ള ഒരു ദേശത്ത് സ്ഥിരമായി ആരാധനയ്ക്ക് കടന്നു പോകുന്ന തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, ഈ ആരാധന വളരെ വിരസമാണ്, ഇത് വളരെ മടുപ്പുളവാക്കുന്നു, ഇതിന് പോയിട്ട് വലിയ പ്രയോജനമൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ആരാധനയ്ക്ക് പോകുന്നത് വെറുതെ തണുപ്പത്ത് നടക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ലാഭമൊന്നും നേടിത്തരുന്നില്ല, എനിക്ക് അതുകൊണ്ട് ഈ മടുപ്പുള്ള പ്രകൃതത്തിലേക്ക് പോകേണ്ട എന്ന് കരുതി അദ്ദേഹം പിന്നീട് ദേവാലയത്തിലേക്ക് പോകാതെയായി. ചില ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ വളരെ പ്രായം ചെന്ന ഒരു അച്ഛനായിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പം ഈ മനുഷ്യൻ ദൂരെ നിന്ന് അച്ഛൻ വരുന്നത് ജനാലയിലൂടെ കണ്ടു. അപ്പം അയാൾ മനസ്സിൽ വിചാരിച്ചു, പള്ളിയിൽ വരാത്തതിൻ്റെ കാരണം തിരക്കി വന്നതായിരിക്കും. അപ്പം അതിനെന്ത് പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം വാതിൽ തുറന്നു. ഈ വൃദ്ധനായ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിലേക്ക് കയറി. അദ്ദേഹം പറഞ്ഞു, ഇരിക്കച്ച. അച്ഛൻ ഇരുന്നു, തോമസും ഇരുന്നു. വളരെ തണുപ്പേറിയ കാലാവസ്ഥയാണ്. ആ മുറിക്കുള്ളിൽ നെരിപ്പോട് പുകയുന്നുണ്ട്. അച്ഛൻ ആ നെരിപ്പോടിൻ്റെ അടുത്ത് കസേരയിട്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ കത്തുന്ന നെരിപ്പോടിൽ നിന്നൊരു തീക്കട്ടയെടുത്ത് ഈ പുരോഹിതൻ താഴേക്കിട്ടു. അപ്പോൾ തോമസിന് അതിശയം തോന്നി. നിലത്തേക്ക് തീക്കട്ട എടുത്തിട്ടു. ഈ കനൽക്കട്ട കുറേ നേരം അവിടെ കിടന്നു. അതൊരു കരിക്കട്ടയായിട്ട് മാറി. അത് കരിക്കട്ടയായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതൻ കൊടിൽ കൊണ്ട് ആ കരിക്കട്ട എടുത്ത് തിരിച്ച് നെരിപ്പോടിനുള്ളിലേക്ക് ഇട്ടു. ഒന്നും പറയാതെ ഈ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. തോമസ് ആ മനുഷ്യനോട് പറഞ്ഞു, പുരോഹിതനോട് പറഞ്ഞു, അച്ഛൻ വന്നതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നാം ആരായിരുന്നാലും ദൈവത്തെ കൂടാതെയുള്ള ജീവിതം വെറും കരിക്കട്ടയുടെ അനുഭവം മാത്രമാണ് എനിക്കും നിങ്ങൾക്കും തരുന്നത്. പക്ഷെ നാം കരിക്കട്ടകളായിരുന്നാലും ദൈവത്തോട് ചേർന്നുള്ള ജീവിതം എന്നെയും നിങ്ങളെയും കനൽക്കട്ടകളാക്കി മാറ്റും. ആ കനൽക്കട്ടയ്ക്ക് ഒരു ക്രൂശും പ്രതിബന്ധമായി തീരുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കനൽക്കട്ടയ്ക്ക് മാത്രമേ ഗെത്സമന തോട്ടത്തിൻ്റെ വിജനതയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഇത് വേണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാണെങ്കിൽ ആ ക്രൂശ് വഹിപ്പാനുള്ള പ്രാപ്തി നീ എനിക്ക് തരണം. എൻ്റെ സഹോദരങ്ങളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, പിന്നിട്ട സുവിശേഷ പ്രയാണത്തിൽ കടന്നു പോന്ന കനൽ വഴികൾ ചെറുതൊന്നുമല്ല. ഇനി ജീവിക്കണമോ എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട് ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ. അവിടെയൊക്കെയും താങ്ങായി തണലായി നിന്ന ഒരു ദൈവത്തിൻ്റെ കൃപ, ആ കൃപ എനിക്ക് ലഭിച്ചത്, എൻ്റെ കുടുംബത്തിന് ലഭിച്ചത്. ഞങ്ങളാകുന്ന കറിക്കട്ടകളെ ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ അവൻ ഞങ്ങളെ കനൽക്കട്ടകളാക്കി നിലനിർത്തിയ ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മരണത്തിൻ്റെ നേരത്തും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും
മരിക്കുന്നത് ലാഭവുമാകുന്നു. തേടി വെച്ചിട്ടൊന്നുമില്ല സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നും നേടിയിട്ടുമില്ല. പക്ഷെ നേടേണ്ടവനെ നേടിയെന്നുള്ള ആഴമായ ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവരിൽ എനിക്ക് ക്രിസ്തു കാണിച്ചു തന്ന ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി അതിൻ്റെ ഒരു ചെറിയ തുള്ളിയായി ഒഴുക്കി ഇറക്കാനെങ്കിലും എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അതെൻ്റെ മിടുക്കല്ല. ഞാനാകുന്ന കരിക്കട്ടയെ ദൈവത്തിൻ്റെ നെരിപ്പോടിനുള്ളിലേക്ക് എടുത്തിട്ടപ്പോൾ അവൻ എന്നെ കനൽക്കട്ടയാക്കി മാറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ മുൻപിൽ തളർന്നു പോകേണ്ടവരല്ല, അകന്നു പോകേണ്ടവരല്ല. ഈ തോമസിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസഭയോട്, ദൈവത്തോട് നാം ആരും അകന്നു നിൽക്കേണ്ടവരാ. അകന്നു നിന്നാൽ നമ്മുടെ ജീവിതങ്ങൾ നിഷ്പ്രയോജനമായി തീരും, നിഷ്ഫലമായി തീരുമെന്ന് തിരിച്ചറിയുവാൻ ഈ വചനത്തിന്റെ വിവേചന ബുദ്ധി നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സഭ തളർന്നു പോകുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുന്നുവെങ്കിൽ, സഭയുടെ തളർച്ച മാറണമെങ്കിൽ വ്യക്തി ജീവിതങ്ങൾ മാനസാന്തരപ്പെടണം, വ്യക്തി ജീവിതങ്ങൾക്ക് മാറ്റം ഭവിക്കണം. സഭ എന്നത് കുറെ ആളുകളുടെ കൂട്ടായ്മയാണ്. സഭ എന്നതൊരു കെട്ടിടമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ഓർഗനൈസേഷൻ അല്ല, കുറെ വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളൽ വീഴുമ്പോൾ സഭ തകരുമെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതിനായിട്ടാണ് ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശോളം അനുസരണമുള്ളവനായി തീർന്നത്. നാം തീരുമാനമെടുക്കണം, നമ്മോട് തന്നെ ചോദിക്കണം. 41 വർഷമായിട്ടും ചിലപ്പോൾ കൺവെൻഷൻ കൂടുന്നവരും നമ്മുടെ ഇടയിലുണ്ടാവും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രിസ്തുവിലായി തീർന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടേ ഈ കൺവെൻഷന്റെ പന്തിൽ നിന്ന് ഞാനും നിങ്ങളും ഇന്ന് മടങ്ങിപ്പോവാം. നാം സുവിശേഷം കേൾക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം പ്രഘോഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രിസ്തുവിലാവണോ എന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് ഈ വചന കേൾവി നമ്മുടെ മുൻപിൽ ഇത്രയും വചന അമൃതങ്ങളായിട്ട് പെയ്തിറങ്ങുന്നത്. നാം നമ്മോട് തന്നെ ചോദിക്കണം, സ്വർഗത്തിൻ്റെ സ്നേഹമണിനാദത്തിൻ മാറ്റൊലികൾ മുഴങ്ങുന്നില്ലേ? കാൽവറിയിലെ സ്നേഹക്കൊയ്ത്തതിൽ ചേർത്ത കറ്റയിൽ നീയും കാണുമോ ആ കള്ളനെ പോലെ? നീ പൗലോസിനെ പോലെ കാണണമെന്നല്ല, നീ പത്രോസിനെ പോലെ കാണണമെന്നല്ല, നീ യോഹന്നാനെ പോലെ കാണണമെന്നല്ല. കാൽവറിയിലെ സ്നേഹക്കൊയ്ത്തതിൽ ചേർത്ത കറ്റയിൽ നീയും കാണുമോ, ഞാനും കാണുമോ? അനുദപിച്ചു മാനസാന്തരപ്പെട്ട പറുദീസയുടെ അനുഭവത്തിലേക്ക് ചേർക്കപ്പെട്ട ആ കള്ളനെ പോലെ. അങ്ങനെ ഉണ്ടെന്ന് നിശ്ചയമുണ്ടെങ്കിൽ, കാൽവറിയിലെ സ്നേഹക്കൊയ്ത്തതിൽ ചേർത്ത കറ്റയിൽ ഞാനുണ്ടെന്ന് നിശ്ചയമുണ്ടെങ്കിൽ, നിങ്ങളുണ്ടെന്ന് നിശ്ചയമുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബഹുമാന്യരെ, നമുക്ക് നമ്മുടെ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാം. നമ്മുടെ കരങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാം. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആത്മീയ ആരാധന ദൈവപ്രസാദമുള്ളതായി തീരുവാൻ, എൻ്റെ ദൈവമേ, ഞാൻ ക്രിസ്തുവിലായി തീരുവാൻ നീ എന്നെ സഹായിക്കണമേ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. എൻ്റെ ദൈവമേ, ഞാൻ ക്രിസ്തുവിലായി തീരുവാൻ ഈ വചന കേൾവി എന്നെ സഹായിക്കണമേ. വചനം പ്രഘോഷിച്ച ഏഴയുടെ കഴിവിലല്ല, എൻ്റെ കുറവുകളിലല്ല, കുറ്റങ്ങളിലല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തിയിൽ നിന്നിലായി തീരുവാൻ എൻ്റെ ദൈവമേ നീ എന്നെ ഒരുക്കണമേ, നീ എന്നെ സഹായിക്കണമേ. അതിനുള്ള മനസ്സൊരുക്കത്തോടുകൂടി പുതുജനനം പ്രാപിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, പുത്രത്വത്തിൻ്റെ അനുഭവത്തിലേക്ക്, നിത്യജീവന്റെ അനുഭവത്തിലേക്ക്, വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ എന്നെ നയിക്കുന്നുവെങ്കിൽ കർത്താവേ, നിന്റെ കൃപയ്ക്കു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നമുക്ക് കാതോർക്കാമോ ദൈവത്തിൻ്റെ സ്വരത്തിന്? കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, മടങ്ങുകില്ലിൻ ഈ വീടുന്നിനി ഞാൻ, മടങ്ങുകില്ലിൻ ഈ വീടുന്നിനി
പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. ഞങ്ങളുടെ ജീവന്റെ ഉടയവനും പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ കൺവെൻഷന്റെ 4-ാം ദിനത്തിന്റെ പ്രഭാത യോഗത്തിൽ ആത്മീയ ആരാധന ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണെന്ന് വീണ്ടും ജനനം പ്രാപിക്കുന്ന അനുഭവത്തിലൂടെ ക്രിസ്തുവിനോട് ചേരുവാൻ ഞാനോ ഇപ്പോൾ തന്നെ യാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് പറയുവാൻ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണെന്ന് പറയുവാൻ എന്റെ കർത്താവേ, ഈ വചന കേൾവിയിലൂടെ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കിയെടുക്കണമേ. എന്റെ ജീവിതത്തിൽ വിടാതെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന നിനക്ക് വിരുദ്ധമായ സ്വഭാവങ്ങളെ എന്നിൽ നിന്ന് നീ എടുത്തു മാറ്റണം കർത്താവേ. എന്റെ ജീവിതത്തിലേക്ക് നീ രാജാതിരാജാവും കർത്താവുമായിട്ട് കടന്നു വരണം പിതാവേ. ഞാൻ ഏതുമില്ല കർത്താവേ. ഉശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ എന്നെ തകർക്കണമേ, നീ എന്നെ ഉടയ്ക്കണമേ, നീ എന്നെ പണിയണമേ, നീ എന്നെ വാർത്തെടുക്കണമേ. അങ്ങേക്ക് കഴിയാവുന്നതുപോലെ എന്നെ ചൊല്ലിയുള്ള ഏറ്റവും മനോഹര പാത്രമാക്കി നീ എന്നെ രൂപപ്പെടുത്തിയെടുക്കണമേ. അങ്ങനെ എന്നെക്കുറിച്ചുള്ള നിന്റെ ദൈവഹിതം ഈ ലോകത്തിൽ പരിപൂർണമായി നിവർത്തിച്ചുകൊണ്ട് എന്റെ ഇഹലോക ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാൻ സ്വർഗീയ പിതാവ് ഇടയാക്കി തീർക്കണം കർത്താവെ. മലിനനോ അശുദ്ധനോ ആയി ഞാൻ ഇവിടുന്ന് കടന്നു പോകുവാൻ ഇടയാക്കരുത്. 6 അടി മണ്ണിന് ഞാൻ അവകാശിയായി തീരുമ്പോൾ എന്റെ കർത്താവെ, അത് നിത്യതയുടെ തുറമുഖത്ത് കണ്ണുകൾ കാണാം മറുകര, ഇമ്പങ്ങൾ വിരിയും സരപ്പളികൾ. ആ മനോഹര തീരത്ത് യേശുവിന്റെ പാദം മുത്തുമ്പോൾ പൊൻവീണകളിൽ പാടുവാൻ സർവശക്തനായ ദൈവമേ, നീ എന്നെ ഒരുക്കണമേ. അതിനുള്ള ഒരുക്ക ധ്യാനമായി ഈ വചന കേൾവിയും തുടർന്നുള്ള വചന കേൾവികളും മുഖാന്തരമാക്കി അവിടുന്ന് തീർക്കണമേ. കടന്നു വന്ന ഓരോ മക്കളെയും ദൈവത്തിന്റെ ആണിപ്പാടേറ്റ കരങ്ങളിൽ ഏറ്റവും സുരക്ഷിതരായി അവിടുന്ന് വഹിക്കണമേ. ജീവിതത്തിന്റെ സങ്കടങ്ങളിലൂടെ കടന്നു വന്നവരുണ്ട്, നിരാശകളിലൂടെ കടന്നു വന്നവരുണ്ട്, മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു വന്നവരുണ്ട്. അവരെയൊക്കെ കർത്താവിന്റെ സമാധാനത്താൽ അവിടുന്ന് നിറയ്ക്കണമേ. ആണിപ്പാടേറ്റ നിന്റെ കരം ഓരോരുത്തർക്കും സൗഖ്യദായകമായിരിക്കണം, വിടുതലായിരിക്കണം, രക്ഷയായിരിക്കണം, വെളിച്ചമായിരിക്കണം, കോട്ടയായിരിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും ഞങ്ങളുടെ ആഴമായ പ്രത്യാശയുമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. തുടർന്നുള്ള ഓരോ യോഗങ്ങളിലും കർത്താവെ, ദൈവത്തിന്റെ വചനം മഹാമാരിയായിട്ട് പെയ്തിറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീരണം. ഇതിൽ പങ്കാളികളായി തീർന്ന ഓരോരുത്തരും, നേതൃത്വം കൊടുക്കുന്നവര്, അഭിവന്ദ്യ ബിഷപ്പുമാർ, അവരുടെ കൊച്ചമ്മമാർ, പ്രിയ അച്ഛന്മാർ, അവരുടെ കൊച്ചമ്മമാർ, ഉപദേശിമാർ, അവരുടെ കുടുംബങ്ങൾ, മിഷണറിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ, നിന്റെ വചനമാകുന്ന മഹാമാരി കൊണ്ട് നീ നിറയ്ക്കണം. അവരുടെയൊക്കെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ നീ മാറ്റി എഴുതണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കനൽ അനുഭവങ്ങളാക്കി നീ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയെടുക്കണം. അതിന് ഈ വചന കേൾവി തുടർന്നും ഞങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കണം. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. ഏഴയുടെ കുറവുകളും കുറ്റങ്ങളും ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനോ കടന്നു വന്നവരുടെ അനുഗ്രഹത്തിനോ തടസ്സമായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കരുതേ. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്നി ശേഷിപ്പിച്ച ഞങ്ങളുടെ നാളുകൾക്കപ്പുറം നീ ഞങ്ങൾക്ക് വേണ്ടി കൊയ്ത്തിന്റെ കാലങ്ങളെ ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. അടിയങ്ങളെ പൊടിയോളം താഴ്ത്തണം. യേശു രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ മഹത്വമെടുക്കട്ടെ. അവന്റെ വലിയ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസാനം ഒരുക്കി തന്ന ഈ മഹാടവകയുടെ ഭാരവാഹികളോട്, സ്ത്രീജന സഖ്യത്തിന്റെ ഭാരവാഹികളോട്, പ്രിയ കൊച്ചമ്മയോട്, തിരുമേനിയോട്, ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ബിജോയി അച്ഛനോട്, എല്ലാവരോടും ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടെ എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും
ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കൺവെൻഷൻ പ്രാസംഗികയോ ഇതിൻ്റെ വൈദഗ്ധ്യമുള്ളവളോ അല്ല. പക്ഷേ ആക്കി വെക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ കാവൽക്കാരിയായി നിലകൊള്ളുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും വരും കാലങ്ങളിലും ദൈവം സഹായിക്കട്ടെ, ഒരുക്കട്ടെ. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.